സാർ, ഈ ക്രൈസ്തവ സഭകൾക്കിടയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ, വൈദികർക്കിടയിൽ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കേൾക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വലിയ പ്രശ്നമുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ വിശ്വാസികളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു പ്രശ്നമെന്നാണ് കേൾക്കുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയ പിരിച്ചുവിടാനായിട്ട് വത്തിക്കാൻ തീരുമാനിക്കുകയും അതനുസരിച്ചിട്ടുള്ള വിവരം ഇവിടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെ അറിയിക്കുകയും ചെയ്തതായിട്ടാണ് വിവരം. കൂരിയ എന്ന് പറഞ്ഞാൽ അതാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ സംവിധാനം. അത് ബിഷപ്പുമാർ അംഗങ്ങളായിട്ടുണ്ട്. അത് ഈ സഭയുടെ പോളിറ്റ് ബ്യൂറോ ആണെന്ന് പറയാം, അതിരൂപതയുടെ. അപ്പോൾ ആ കൂരിയയ്ക്കും മെത്രാനുണ്ട്. ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കൂരിയ മെത്രാനായിട്ട് 2017 നവംബറിൽ നിയമിതനായിരുന്നു. അപ്പോൾ അത് വളരെ നിർണായകമായ ഒരു സംവിധാനമാണ്. ഈ തീരുമാനം ഒരു വല്ലാത്ത തീരുമാനമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വലിയ സ്ഥാനമാണ് ഈ കേരളത്തിലെ സീറോ മലബാർ സഭയുടെ അകത്തുള്ളത്. കുറച്ച് ശക്തിയുള്ള സഭയാണ് ചങ്ങനാശ്ശേരി ഈ അതിരൂപത. മറ്റ് അതിരൂപതകളൊന്നും അത്രയും വരില്ല. ഇപ്പം താമരശ്ശേരി, തലശ്ശേരി എന്നൊക്കെ പറയുന്ന പോലെ. ഇതൊക്കെ ഈ സമ്പത്ത് കൊണ്ടും സ്ഥാപനങ്ങളുടെ പെരുപ്പം കൊണ്ടുമൊക്കെ വലിയ, ഈ പാറേക്കാട്ടിൽ തിരുമേനിയൊക്കെ ഇവിടെയാണല്ലോ. മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനമൊക്കെ എറണാകുളമാണല്ലോ, ഈ തലവന്റെ ആസ്ഥാനം. പക്ഷെ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്നത് എന്താന്ന് വെച്ചാൽ ഈ പിരിച്ചുവിടാതെ വേറെ നിർവാഹമില്ല എന്ന് വത്തിക്കാൻ കരുതുന്ന വിധത്തിലാണ്. കാരണം മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിക്ക് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നല്ലോ. സ്ഥാനത്യാഗം എന്നുള്ളത് നല്ല വാക്കാണ്, പുറത്താക്കപ്പെടുന്നതിന് ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പായിട്ട് വന്നു. റാഫേൽ തട്ടിൽ തന്നെ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിരുന്നു. കാരണം പാലാ ബിഷപ്പിനെ ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. കുറച്ച് ശക്തനായ ഒരാളാണ് ഇപ്പോൾ വേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും വരിക എന്നുള്ള വിവരമൊക്കെയാണ് എനിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ റാഫേൽ തട്ടിൽ എന്നുള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആയിപ്പോയി അത്. കാരണം അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുന്ന ആളല്ല. അപ്പോൾ ഒരു ബലിയാടിനെ എല്ലാ ബിഷപ്പുമാരും കൂടി കണ്ടുപിടിച്ച പോലെയാണ് ഈ റാഫേൽ തട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല എന്നാണല്ലോ ഈ കൂരിയെ പിരിച്ചുവിടുന്ന തീരുമാനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അന്ത്യശാസനം ഉണ്ടായിരുന്നു വത്തിക്കാൻ്റെ ആ ക്രിസ്മസ് ദിനം മുതൽ, കഴിഞ്ഞ ഡിസംബറിൽ, ഡിസംബർ 25 മുതൽ ഏകീകൃത കുർബാന. അതായത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് അഭിമുഖമായിട്ടുള്ള കുർബാനയാണ്. വളരെ അപൂർവമായിട്ടുള്ള അതിലുള്ള പ്രാർത്ഥനാ നിമിഷങ്ങളിലാണ് ദൈവിക രൂപങ്ങളിലേക്ക് തിരിയുന്നത്. അങ്ങോട്ട് തിരിഞ്ഞിട്ട് പുറകുവശം ഈ വൈദികന്റെ കാണുന്നത് ചില സമയത്ത് മാത്രമാണ്. പക്ഷെ ഏകീകൃത കുർബാനയിൽ അങ്ങനെയല്ല. ദൈവരൂപങ്ങൾക്ക് നേരെ ആണ് കുർബാന തിരിഞ്ഞിട്ടാണ് നടത്തേണ്ടത്. അതായത് ഏകീകൃത കുർബാന വേണമെന്നാണ്. അങ്ങനത്തെ ജനാഭിമുഖമായിരിക്കില്ല കുർബാന നടത്തുന്ന വൈദികൻ. അങ്ങനെ വേണം എല്ലായിടത്തും എന്ന്, അതാണ് ഏകീകൃത കുർബാനയായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ആ മാർപ്പാപ്പയുടെ ഉത്തരവ് ഇവിടെ പുല്ലുവില പോലും ഉണ്ടായിരുന്നില്ല. വത്തിക്കാനിലുള്ള ഉത്തരവാണ്. അതെ അതെ അതെ. മുമ്പൊക്കെ ഏത് തരത്തിലാണ് നമ്മൾ ഇവിടെ മാർപ്പാപ്പയൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? പക്ഷേ ഇവിടെ ഇപ്പം മൊത്തത്തിൽ ഈ അൽമായർക്ക് തന്നെ 2 ചേരികളായിട്ട് തിരിഞ്ഞിട്ട്, അൽമായർ എന്ന് പറഞ്ഞാൽ സഭാ മക്കൾ, അവര് സാധാരണക്കാര്, അവര് ഒട്ടും മാർപ്പാപ്പയുടെ വാക്കിന് വില വെക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നു. അതായത് സമ്പത്തിന്റെ അധികാരത്തിന്റെയും ഒക്കെ ഒരു ദുഷിച്ച അവസ്ഥയിലേക്ക് അവർ വളരെ വളരെ ജീർണിച്ച അവസ്ഥയിലേക്ക് വന്നതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഈ മേജർ ആർച്ച് ബിഷപ്പിന് പോകേണ്ടതെന്ന മറ്റൊരു കാര്യമാണല്ലോ ആ ഭൂമിയുടെ കാക്കനാട്ടെ കണ്ണായ സ്ഥലം. അതെ, ഒരു ഇതര മതസ്ഥന് വിൽക്കേണ്ടി വന്ന അവസ്ഥ. ഒരുപാട് കടം പെരുകി പല കാരണങ്ങൾ കൊണ്ടും. അങ്ങനെ ബാങ്കിൽ കടം പെരുകിയപ്പോൾ കടം അത് വലിയ കോടികളായതുകൊണ്ട് കോടികളായിട്ടാണ് പലിശ വരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വസ്തു വിൽക്കുന്നത്. പക്ഷേ
അത് മര്യാദക്കല്ല ചെയ്തിരിക്കുന്നത്, അതിന്റെ പങ്കും പറ്റിയെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആരോപണങ്ങൾ, ഇടനിലക്കാർ വേറെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാർ ആലഞ്ചേരി കുരിശിലായി. പിന്നെ ഒരു വ്യാജരേഖ കേസ് അതിൻ്റെ ഇടയ്ക്ക് പൊങ്ങി വന്നു. അതിൽ ഫാദർ പോൾ തേലക്കാട്ടിനെ ഉൾപ്പെടുത്തി. തേലക്കാട്ട് ആലഞ്ചേരിക്ക് എതിരായ ഗ്രൂപ്പിന്റെ നേതാക്കളിൽ ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വളരെ വഷളായ ഒരു അവസ്ഥയിലായിരുന്നു ഇത്. അപ്പൊ അങ്ങനെ ഉത്തരവ് പാലിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് വത്തിക്കാൻ ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനോട് ചോദിച്ചിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ജനുവരിയിൽ വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. ഡിസംബറിൽ, ജനുവരിയിൽ വിളിച്ചിരുന്നു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടിയിട്ട് കൂരിയ അംഗങ്ങളായ വികാരി ജനറൽ ഫാദർ വർഗീസ് പൊട്ടക്കൽ, ചാൻസലർ ഫാദർ മാർട്ടിൻ കല്ലിങ്കൽ എന്നിവരൊക്കെ പല പള്ളിയിലും ഈ വികാരിമാരെ കൊണ്ട് ഞങ്ങൾ ഏകീകൃത കുർബാന നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫോമുകൾ അയച്ചു കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് വാങ്ങിച്ചിരുന്നു. പക്ഷേ അത് അവിടുത്തെ പള്ളിക്കാർ ഒന്നും അറിഞ്ഞിരുന്നില്ല, വികാരി മാത്രം. ഈ വാട്സാപ്പിലാണ് അയച്ചു കൊടുത്ത് പൂരിപ്പിച്ചതെന്നാണ് അതിൽ പറയുന്നത്. വികാരിമാർ പൂരിപ്പിക്കുകയാണ്. ഈ അൽമായ അഭിപ്രായം തേടിയിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞൊന്നും നടന്നില്ല. അങ്ങനെയാണ് ജനുവരിയിൽ ഈ അഡ്മിനിസ്ട്രേറ്ററെ അങ്ങോട്ട് വിളിപ്പിച്ചത്. അപ്പോൾ വിളിപ്പിക്കുമ്പോഴേക്കും എന്താ സംഭവിച്ചിരിക്കുന്നത്? രണ്ട് ചേരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നുണ്ടായിരുന്നു, കയ്യേറ്റങ്ങൾ. പള്ളികൾ പൂട്ടുന്നുണ്ടായിരുന്നു. കുർബാന ആരെങ്കിലും ചെയ്താൽ, ജനാഭിമുഖ കുർബാന ഏതെങ്കിലും വികാരി ചെയ്താൽ എതിർപക്ഷം അത് തടയും. അല്ലെങ്കിൽ അപ്പുറത്ത് നിന്നിട്ട് വേറൊരാള് വികാരി കുർബാന നടത്തും. മൊത്തത്തിൽ അലമ്പാക്കി കളഞ്ഞു. സമ്പൂർണ്ണ അലമ്പായിരുന്നു കാര്യങ്ങൾ. ഇത് അങ്ങനെയൊന്നും സാധാരണക്കാരുടെ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ അറിയാതെ പോയത്. ഉദാഹരണത്തിന് ആലുവ ചുണങ്ങുംവേലിയിൽ വികാരി ജോർജ് നെല്ലിശ്ശേരിയെ പള്ളി മേടയിൽ പൂട്ടിയിട്ടു. ഒരു പള്ളിയിലെ വികാരിയാണ്. അദ്ദേഹത്തിന് കുർബാന ചൊല്ലാൻ പറയുമ്പോൾ പൂട്ടിയിട്ടു. അപ്പോൾ അദ്ദേഹം ജനാഭിമുഖ കുർബാന നടത്താനാണല്ലോ വന്നിട്ടുണ്ടാവുക, അല്ല ഏകീകൃത കുർബാന നടത്താൻ. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ പൂട്ടിയിട്ടിട്ട് അസിസ്റ്റന്റ് വികാരി, പുള്ളിയുടെ സഹായിയായിട്ട് നിൽക്കുന്ന ആള്, അസിസ്റ്റന്റ് വികാരി ആണ് കുർബാന അർപ്പിച്ചത്. അവിടെ താൻ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുർബാന നടത്തിക്കോളാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ ഒരുപാട് ഇവര് വഴക്കൊക്കെ പറഞ്ഞു ഈ വികാരിയെ. എന്നിട്ട് ഒരു കണ്ടീഷൻ വെച്ചു, ഞാൻ ഈ ഇടവക വിട്ടുപോയിക്കോളാം എന്ന് നിങ്ങൾ എഴുതിത്തരണം. അങ്ങനെ എഴുതിത്തരികയാണെങ്കിൽ നിങ്ങളെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞു. പുള്ളി സമ്മതിച്ചു. അങ്ങനെയാണ് വാതിൽ തുറന്ന് നിവൃത്തിയില്ലാതെ അങ്ങനെ മോചിപ്പിച്ചത്. ചുണങ്ങംവേലിയിൽ പറവൂർ കോട്ടക്കാവ് പള്ളി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പള്ളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മനയുടെ ശിവക്ഷേത്രം ഉണ്ടായിരുന്നിടത്താണ് ആ പള്ളി വന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ശിവക്ഷേത്രം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോഴും വിളക്ക് വെക്കുന്നുണ്ട് ഈ പള്ളിക്കകത്ത്. അധികം ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണത്. അപ്പോൾ പറവൂർ കോട്ടക്കാവ് പള്ളിയിൽ ഇതുപോലെ ജോസ് പുതിയടത്ത് എന്ന് പറഞ്ഞ ആള് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2 മാസം മുമ്പ് ഫെബ്രുവരിയിൽ ഇതുപോലെ കുർബാന ചൊല്ലാൻ വന്നു. ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പം അത് പറ്റില്ല, ഈ സിനഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് ബിഷപ്പുമാരുടെ, അവർ നിർദ്ദേശിച്ച ഏകീകൃത കുർബാനയെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തടസ്സപ്പെടുത്തിയവർ സമ്മതിച്ചില്ല. അതുപോലെ ഈ എറണാകുളത്ത് സെന്റ് മേരീസ് ബസിലിക്കയാണ് ഈ വലിയ പള്ളി, അവരുടെ കത്തീഡ്രൽ പള്ളിയാണത്. ആ സെന്റ് മേരീസ് ബസിലിക്കയിൽ 2022 ഡിസംബറിൽ 2 കുർബാന ഒരേ സമയം നടന്നു. ഈ ജനാഭിമുഖവും അല്ലാത്തതും 2 കുർബാന. അതെങ്ങനെയാന്ന് വെച്ചാൽ വിമതര് ജനാഭിമുഖ കുർബാന അർപ്പിച്ചു. അപ്പോൾ ഏകീകൃത കുർബാന നടത്താനായിട്ട് ആന്റണി പൂതവേലിൽ എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റർ വന്നിരുന്നു. അപ്പോൾ അങ്ങേരൊറ്റ, ബാക്കി 7 പേര് ഇപ്പുറത്ത് ജനാഭിമുഖ കുർബാന. ഇങ്ങനെ ഒരേ സമയം 2 കുർബാന നടക്കുന്നത്. അതെ. അത് കഴിഞ്ഞ് ഇവിടെ ആൻഡ്രൂസ് താഴത്ത് തൃശ്ശൂരിലെ വലിയ ശക്തനായ ബിഷപ്പാണെന്ന് പറയപ്പെടുന്ന ആളാണ്. പഴയ വോളിബോൾ താരമൊക്കെയാണ്, നല്ല പൊക്കം ഉണ്ടല്ലോ. അപ്പോൾ
അല്ല ബാസ്കറ്റ് ബോൾ അല്ലേ? ബാസ്കറ്റ്ബോൾ, അതെ. അപ്പോൾ അദ്ദേഹം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നു. സെന്റ് മേരീസ് ബസിലിക്കയുടെ തുറക്കാനും ഒക്കെ ആയിട്ട്. പൂട്ടിപ്പോയത് കത്തീഡ്രൽ പള്ളി പൂട്ടിപ്പോയതൊക്കെ വലിയ വിശ്വാസികൾക്ക് വലിയ സങ്കടമുള്ള കാര്യമാണ്. അത് പൂട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ അങ്ങേരെ ഇത് തുറക്കാനായിട്ട് വന്നപ്പോൾ മറ്റേ പക്ഷക്കാര്, മറ്റേ ജനാഭിമുഖ പക്ഷക്കാര് പുള്ളി അകത്തേക്ക് കയറ്റാതെ ഗേറ്റ് പൂട്ടിയിട്ടിട്ട് അദ്ദേഹം പോലീസിൽ സംരക്ഷണം ആവശ്യപ്പെട്ടു. സ്വന്തം വിശ്വാസികളുടെ അടുത്ത് അദ്ദേഹം വിചാരിച്ചിട്ടും നടന്നില്ല. അദ്ദേഹത്തിന് തിരിച്ച് അങ്ങോട്ട് പോകേണ്ടി വന്നു, തൃശ്ശൂർക്ക്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ സംഭവം. ഇത് 2021 ഓഗസ്റ്റിലാണ് ഈ ബിഷപ്പുമാരുടെ സിനഡ് ഇത് തീരുമാനിച്ചിരുന്നത്, ഏകീകൃത കുർബാനയ്ക്ക്. എന്നിട്ട് ഈ തീരുമാനിച്ചിട്ട് ഇപ്പോൾ 4 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 4 വർഷമായിട്ട് ഇത് നടന്നില്ല. അന്ത്യശാസനം ഡിസംബർ 25, 2023 ഡിസംബർ 25 മുതൽ വേണം എന്ന് പറഞ്ഞത്. അതും അങ്കമാലി ഈ എറണാകുളം അതിരൂപതയ്ക്ക് നടപ്പാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ സിനഡ് തീരുമാനിച്ചത് പറ്റിയിട്ടില്ല, വത്തിക്കാൻ പറഞ്ഞത് നടന്നിട്ടില്ല, മാർപ്പാപ്പയ്ക്ക് ഒരു വിലയും ഇവിടെയില്ല. അപ്പോൾ ഈ 2021 ജൂലൈയിൽ തന്നെ വത്തിക്കാൻ പറഞ്ഞിരുന്നതാണ് ഈ സിനഡ് തീരുമാനം കൊണ്ട് നിങ്ങൾ നടത്തണം, അതായത് ഏകീകൃത കുർബാന. കോവിഡ് കാലത്ത് പക്ഷേ ഇടയ്ക്ക് കോവിഡ് വന്നു. കോവിഡ് കാലത്ത് പലതരത്തിൽ കുർബാന, ഏത് വീഡിയോ കുർബാന, പിന്നെ ഓൺലൈൻ കുർബാന, അങ്ങനെ പലതരത്തിൽ കുർബാന വന്നു. അപ്പൊ ഏകീകൃതമൊന്നും അതിൽ വിഷയമല്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഈ അന്ത്യശാസനമൊക്കെ വന്നത്. അത് കഴിഞ്ഞ് ഈ സിനഡിന്റെ സർക്കുലർ വന്നു, ഏകീകൃതമായിരിക്കണം എല്ലായിടത്തും. പക്ഷെ അങ്ങനെ നിങ്ങൾ ഏകീകൃത കുർബാന എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സൗകര്യമില്ല, അത് സഭാ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് എന്നൊരു നിലപാട് പലരും സ്വീകരിച്ചു. എതിർപക്ഷം, ബിഷപ്പുമാർക്കെതിരായ പക്ഷം എന്ന് വിചാരിക്കാം. അപ്പോൾ വത്തിക്കാനും ഇവിടെ വിലയില്ല, മാർപ്പാപ്പയ്ക്ക് വിലയില്ല, കുടികെട്ടിയ ആൻഡ്രൂസ് താഴത്തിനെ പോലുള്ള ആളുകൾക്കും വിലയില്ല. പിന്നെ എങ്ങനെയാണ് ഈ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂർ അദ്ദേഹത്തിന് വിലയുണ്ടായതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇങ്ങനെ ആലഞ്ചേരിയെ പറഞ്ഞുവിടേണ്ടി വന്നു. അപ്പൊ ആ അവസ്ഥയിലാണ് ഈ കൂരിയ പിരിച്ചുവിടാനായിട്ടുള്ള വത്തിക്കാന്റെ തീരുമാനം വന്നിരിക്കുന്നത്. അതായത് സഭയിൽ ഇപ്പൊ ഈ വിശ്വാസികളായ മേലാളന്മാരുടെ നിലപാടുകളെ പൂർണ്ണമായിട്ടും തള്ളുകയാണ് ജനം. വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുണ്ട്, വികാരിമാർക്കും ഒക്കെ ആ കാര്യത്തിൽ ഭൂരിപക്ഷം ഉണ്ടെന്നാണ് അവരെ അവകാശപ്പെടുന്നത്. നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, എനിക്ക് പല ആളുകളെ അറിയാം, എങ്കിലും നമ്മളത് ആർക്കാണ് ഭൂരിപക്ഷം എന്നൊന്നും പറയുന്നില്ല. എന്നാലും സഭയില് വലിയ എന്താ പറയുക കഷ്ടം ആണിത്. സഭ മൊത്തത്തിലൊരു ദുരിതശാന്തി ശുശ്രൂഷ നടത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വത്തിക്കാൻ സഭ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഈ പറയുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വില അങ്ങ് നേരെ ഇടിയല്ലേ? ഗംഭീരമായിട്ട് ഇടിയുന്നു എന്ന് മാത്രമല്ല, അതൊരു സാധാരണ അതിരൂപതയായിട്ട്, അതുപോലെ സെന്റ് മേരീസ് ബസിലിക്ക എന്ന് പറഞ്ഞ വലിയ പള്ളി ഒരു സാധാരണ പള്ളിയായിട്ടുമൊക്കെ അങ്ങ് മാറുകയാണത്. അത് വിശ്വാസികളും കൂടി വരുത്തി വെച്ചതാണ്. ഇനി വത്തിക്കാൻ്റെ ഈ തീരുമാനം കൊണ്ട് ഈ അൽമായര് അല്ല, ഞങ്ങൾക്ക് വലിയ അതിരൂപതയായിട്ട് തന്നെ നിൽക്കണം, ഞങ്ങളിങ്ങനെ ഇടിച്ച് താഴ്ത്തരുത്, ഞങ്ങളെ ഏകീകൃത കുർബാന സമ്മതിച്ചോളാം എന്ന് പറയാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം രാഷ്ട്രീയം എല്ലായിടത്തും ഉണ്ടല്ലോ. വത്തിക്കാനിൽ ധാരാളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ധാരാളം വായിച്ചിട്ടുള്ളതാണ്. ധാരാളം പുസ്തകങ്ങൾ അവിടെ നടക്കുന്ന ഗൂഢാലോചനയെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. വത്തിക്കാനിലും ഒക്കെ പല മാർപ്പാപ്പമാരുടെ തന്നെ മരണകാര്യങ്ങളിലും ഒക്കെ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആണ് അവസ്ഥ. കേരളത്തിലെ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിട്ട് വലിയ കളങ്കമുണ്ടാക്കുന്ന ഒരു സംഭവവികാസമാണിത്, കൂരിയെ പിരിച്ചുവിടാനുള്ള വത്തിക്കാൻ്റെ തീരുമാനം. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാകത്തില്ല. കാരണം വത്തിക്കാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു. ഇവിടെ നേരത്തെ ഈ പറയുന്ന ഏകീകൃത കുർബാനയ്ക്ക് എതിര് നിന്ന ആളുകളെ നിങ്ങളുടെ നിലപാടുകളൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പരമോന്നത സഭ അല്ലേ വത്തിക്കാൻ അങ്ങ് തീരുമാനം എടുത്താൽ പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നെ വത്തിക്കാന് പറയാവുന്നത് നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ആകാം എന്നാണല്ലോ. അപ്പടി അങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ മാർപ്പാപ്പയുടെ ആവശ്യമില്ലല്ലോ. അതാണ് ഞങ്ങളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കണമല്ലോ. കാരണം കുഞ്ഞാടുകൾ എന്നുള്ള നിലയ്ക്കാണല്ലോ കരുതി പോന്നിരുന്നത്. കാരണം ഈ മധ്യകാല സെറ്റപ്പാണ് ഈ സഭയിലുള്ളത്. അതങ്ങനെ
വളരെ ആധുനികമൊന്നുമല്ല. മധ്യകാല സെറ്റപ്പ് ആയതുകൊണ്ടാണ് അതങ്ങനെയൊക്കെ. പലപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയിലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുകളിൽ നിന്ന് ആണല്ലോ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പൊട്ടിത്തെറികൾ ഉണ്ടാവും. അങ്ങനെ അനിവാര്യമായൊരു പൊട്ടിത്തെറിയാണ് സഭയിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അകത്ത് സ്വാതന്ത്ര്യമൊന്നുമില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സഭാമക്കൾക്ക് എഴുന്നു എന്ന് പറയാം. അല്ല സാറിന് ഇപ്പോൾ തോന്നുന്നു ഈ അൽമായർ അതിനെ എങ്ങനെ സ്വീകരിക്കും? ഇപ്പോൾ ഇത്തരം ഒരു നിലപാട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഇത്രയും കർക്കശമായ അല്ലെങ്കിൽ വിമത നിലപാടുകൾ സ്വീകരിച്ച അവർ ഇതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് കരുതാം? അതെ, അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അവർ സ്വീകരിക്കില്ല എന്നുള്ള നിലപാടുള്ളവരാണ്. അപ്പോൾ ഇതൊരു ഭീഷണിപ്പെടുത്തലും കൂടിയാണെന്ന് അവർക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. ഞങ്ങൾ പറഞ്ഞ ഏകീകൃത കുർബാന നിങ്ങൾ അംഗീകരിച്ചാലേ ഞങ്ങൾ വീണ്ടും ഇതൊക്കെ നിങ്ങൾ തിരിച്ചു തരുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഭരിക്കാം എന്നായിരിക്കും വത്തിക്കാൻ്റെ ഒരു പ്രതിപുരുഷനെയൊക്കെ വെച്ചിട്ടേ. കാരണം വത്തിക്കാൻ ഇതിനു മുമ്പ് സിറിൽ വാസിൽ എന്ന് പറഞ്ഞ് വത്തിക്കാൻ്റെ ഒരു പ്രതിനിധിയെ ഇവിടെ അയച്ചിരുന്നു. ആ വത്തിക്കാൻ പ്രതിനിധി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിട്ട് അങ്ങോട്ട് മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരിയെ വിളിച്ച് അദ്ദേഹം അവിടുത്തെ VIP ലോഞ്ചിൽ വെച്ച് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറിയുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചതൊക്കെ. അൺസെറിമോണിയസ് എക്സിറ്റ് ആയിരുന്നു ആലഞ്ചേരിയുടേത്. അപ്പം അങ്ങനെ ധാരാളം പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുമ്പോഴാണ് ഈ സംഭവ വികാസം. നമുക്ക് കർത്താവിനോട് അവരുടെ നന്മയ്ക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുമെന്നർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.